respected Shri Sadiq Ali Tangal ji, respected Shri Kunyali Kutti ji, Shri E.T. Mohammad Bashir ji, Shri Abdul Samad Samadri ji, Shri P.V. Abdul Wahab ji, Shri Haris Beran ji, Shri P.M.A. Salam ji, Shri P.K. Bashir ji, Advocate Siddiq ji, Shri I.C. Balakrishna ji, and all those distinguished guests and colleagues who are assembled here on stage, my dearest brothers and sisters, I welcome you to this function today and I thank you for inviting me to share in this ceremony. ആദരണീയനായ സയ്യിദ് സാദിഖ് അലി ശിഹാബ് തങ്ങൾ അവർകളെ, അഭിവന്ദനായ കുഞ്ഞാലിക്കുട്ടി സാഹിബ് അവർകളെ, ആദരണീയനായ സയ്യിദ് സാദിഖ് അലി ശിഹാബ് തങ്ങൾ അവർകളെ, അഭിവന്ദനായ കുഞ്ഞാലിക്കുട്ടി സാഹിബ് അവർകളെ, ബഹുമാന്യരായ ഇ.ടി. മുഹമ്മദ് ബഷീർ സാഹിബ്, പി.വി. അബ്ദുൽ വഹാബ്, ഹാരിസ് ബീരാൻ, പി.എം.എ. സലാം, പി.കെ. ബഷീർ, അഡ്വക്കേറ്റ് സിദ്ദീഖ്, ശ്രീ I.C. ബാലകൃഷ്ണൻ, ഇവിടെ കൂടിയിട്ടുള്ള എൻ്റെ ബഹുമാന്യരായ സഹോദരന്മാരെ, സഹോദരിമാരെ, നിങ്ങളെ എല്ലാവരെയും ഞാൻ സഹർഷം സ്വാഗതം ചെയ്യുന്നു. നിങ്ങളെ കാണാൻ കഴിഞ്ഞതിലുള്ള സന്തോഷം ഇവിടെ അറിയിക്കുന്നു. എന്നെ ഈ പരിപാടിയിലേക്ക് ക്ഷണിച്ചതിനുള്ള കൃതാർത്ഥത ഞാൻ ഇവിടെ രേഖപ്പെടുത്തുന്നു. Day before yesterday, I had the honor to attend the ceremony of the Congress Party's rehabilitation effort, and we laid the foundation stone for the 100 houses that we have promised. Rahul ji had also come down for that function. കഴിഞ്ഞ ദിവസമാണ് ഇവിടെ കോൺഗ്രസ് പാർട്ടി നിർമ്മിക്കുന്ന 100 വീടുകളുടെ ശിലാസ്ഥാപന കർമ്മത്തിൽ പങ്കെടുക്കുവാൻ എനിക്ക് അവസരമുണ്ടായത്. അതിൽ അഭിവന്ദനായ ശ്രീ രാഹുൽ ജിയും പങ്കെടുത്തിരുന്നു. അതിനുശേഷമാണ് ഈ മഹത്തായ ചടങ്ങിൽ ഞാൻ എത്തിച്ചേർന്നിരിക്കുന്നത്. Our colleagues from the IUML were also present. This morning I visited the government's effort and they have also made some houses. I was happy to see that their houses are also ready, and this evening I am here for this monumental effort by the IUML and its leadership to provide you with these beautiful houses to restart your lives again. കോൺഗ്രസിൻ്റെ ആ ചടങ്ങിൽ IUMLൻ്റെ നേതാക്കളും പങ്കെടുത്തിരുന്നു. അതിനുശേഷം ഞാൻ ഇന്ന് രാവിലെ സർക്കാർ നിർമ്മിക്കുന്ന വീടുകളുടെ പണിയും ചെന്ന് കാണുകയുണ്ടായി. അതിനുശേഷമാണ് ഈ വലിയ പരിപാടിയിൽ ചിരന്തന സ്മരണ നാളെ ഉണ്ടാക്കാൻ പോകുന്ന ഈ പരിപാടിയിൽ പങ്കെടുക്കുവാൻ എനിക്ക് അവസരമുണ്ടായിട്ടുള്ളത്. ഈ ശാലീന സുന്ദരമായ ഭവനങ്ങൾ നിർമ്മിച്ച IUMLൻ്റെ ചടങ്ങിൽ ഞാൻ ഇവിടെ എത്തിച്ചേർന്നിട്ടുള്ളത്. And this morning when I went to the government housing project, some media persons asked me if I have any political comment to make. ഇന്ന് രാവിലെ സർക്കാർ നിർമ്മിക്കുന്ന ഭവനങ്ങൾ സന്ദർശിക്കാൻ പോയപ്പോൾ എന്തെങ്കിലും രാഷ്ട്രീയമായിട്ടുള്ള അഭിപ്രായ പ്രകടനം നടത്താൻ ഉദ്ദേശമുണ്ടോ എന്ന് മാധ്യമ പ്രവർത്തകനോട് ആരായുകയുണ്ടായി. And I answered them what I would like to say to you, that I am proud that across party lines, every party, all of us have done our best to fulfill our promises and to provide the support and the necessary help that was needed to the survivors of this terrible tragedy. ഞാൻ അവർക്ക് നൽകിയ മറുപടി, കക്ഷിഭേദങ്ങൾക്ക് അതീതമായി ഇവിടെ ചൂരൽമലയിലെ ദുരന്തത്തിൽപ്പെട്ടവരെ സഹായിക്കാൻ നടത്തുന്ന പ്രവർത്തനങ്ങൾ വിജയിക്കട്ടെ എന്ന ആശംസാ വാക്കാണ് ഞാൻ അവരുടെ മുമ്പാകെ പ്രകടിപ്പിക്കുകയുണ്ടായത്. ഈ ദുരിതബാധിതരെ സഹായിക്കുന്നതിന് വേണ്ടി നടക്കുന്ന എല്ലാ പ്രവർത്തനങ്ങളും അത് ആരുടെ ഭാഗത്ത് നിന്നാണെങ്കിലും അത് വിജയിക്കുന്നതിൽ നമുക്കെല്ലാവർക്കും സന്തോഷമാണുള്ളത്. A few days after the tragedy took place was my first real introduction to Wayanad. ഈ ദുരന്തത്തിൻ്റെ തൊട്ടടുത്ത ദിവസമാണ് ഞാൻ യഥാർത്ഥത്തിൽ വയനാടിനെ ആദ്യമായിട്ട് പരിചയപ്പെടുന്നത്. I came here with my brother Rahul Gandhi ji. It was still raining. Dark clouds still filled the sky. ഞാൻ എൻ്റെ സഹോദരൻ രാഹുൽ ഗാന്ധിയോടൊപ്പമാണ് ഈ സ്ഥലം സന്ദർശിച്ചത്. അപ്പോഴും മഴ തിമർത്ത് പെയ്യുന്നുണ്ടായിരുന്നു. കാർമേഘങ്ങൾ, ഇരുണ്ട മേഘങ്ങൾ മാനത്ത് കുന്നുകൂടിയിരുന്നു. And as we were driving to the site where the river had washed away the school, I noticed lots of young people wearing yellow shirts in the rain, drenched.
അവിടെ ഒലിച്ചുപോയ സ്കൂളിൻ്റെ അവശിഷ്ടങ്ങളാണ് എനിക്ക് കാണുവാൻ സാധിച്ചത്. മഴവെള്ളപ്പാച്ചിലിൽ ഒലിച്ചുപോയ സ്കൂൾ നിന്നിരുന്ന സ്ഥലത്ത് പടച്ചട്ടയണിഞ്ഞു നിൽക്കുന്ന സന്നദ്ധ സേവകരുടെ സാന്നിധ്യമാണ് കൺകുളിർക്കുന്ന കാഴ്ചയായിട്ട് എനിക്ക് കാണുവാൻ സാധിച്ചത്. I had been to many disasters with my parents throughout my life. My brother and I had visited many situations, natural disasters, other accidents. And whenever we had gone to the place where that event took place, we had seen chaos and confusion. ഞാൻ ഒരുപാട് ദുരന്തങ്ങൾ കണ്ട ഒരാളാണ്. എൻ്റെ മാതാപിതാക്കൾ മുതൽ പ്രകൃതി ദുരന്തങ്ങളും കണ്ടിട്ടുണ്ട്, പെട്ടെന്നുണ്ടായ അപകട ദുരന്തങ്ങളും കണ്ടിട്ടുണ്ട്. അവിടെയൊക്കെ ഞാൻ കണ്ടത് ആശയക്കുഴപ്പങ്ങളും എന്താണ് ചെയ്യേണ്ടതെന്നറിയാതെ അന്തിച്ചു നിൽക്കുന്ന ജനങ്ങളെയുമാണ് എനിക്ക് ആ ദുരന്ത ഭൂമിയിൽ കാണുവാൻ സാധിച്ചിട്ടുള്ളത്. But here, for the first time, I saw an organized and efficient effort to help and support those who were suffering. പക്ഷേ ഇവിടെയാണ് ഞാൻ കണ്ടത് സംഘടിതവും ഫലപ്രദവുമായ ദുരിതാശ്വാസ പ്രവർത്തനങ്ങളുടെ സാന്നിധ്യം. വളരെ ക്രിയാത്മകമായി വ്യവസ്ഥാപിതമായി ദുരിതബാധിതരെ സഹായിക്കുന്നതിനുള്ള കൊണ്ടുപിടിച്ച ശ്രമങ്ങൾ, ആസൂത്രിതമായ ശ്രമങ്ങളാണ് ഇവിടെ നടക്കുകയുണ്ടായത്. These young men were directing traffic. They were showing us the way. They were taking care of people. They had set up volunteer kitchens. When we went to the area where survivors were temporarily sheltered, I saw them everywhere, holding people's hands, providing comfort, providing assistance. ഞാൻ കുറേ ചെറുപ്പക്കാരെ കണ്ടു. അവർ ഗതാഗതം ട്രാഫിക് നിയന്ത്രിക്കുന്നത് കണ്ടു, അവർ വഴികാട്ടുന്നത് കണ്ടു, അവർ ജനങ്ങളെ സഹായിക്കുന്നത് കണ്ടു, അവർ പെട്ടെന്ന് അടുക്കളയൊരുക്കി ആളുകൾക്ക് അന്നം അവരെ ഊട്ടുന്നതും ഞാൻ കണ്ടു. അങ്ങനെ ഏത് രംഗത്തും നിറഞ്ഞു നിൽക്കുന്ന സേവന സന്നദ്ധരായ ദുരിതബാധിതരായിട്ടുള്ളവരെ, വേദനിക്കുന്നവരെ, മുറിവേറ്റവരെ പല രീതിയിൽ സാന്ത്വനപ്പെടുത്തുന്ന, സഹായിക്കുന്ന, അവർക്ക് ശുശ്രൂഷ നൽകുന്ന ചെറുപ്പക്കാരെയാണ് എനിക്ക് ഈ മണ്ണിലെങ്ങും കാണുവാൻ സാധ്യമായത്. So I asked Rahul ji, who are these boys in the yellow shirts? ഞാൻ ചോദിച്ചു രാഹുൽജിയോട്, ആരാണ് ഈ ചെറുപ്പക്കാർ? And he told me that it was the white guard of the IUML. അദ്ദേഹം എന്നോട് പറഞ്ഞു, അതാണ് വെള്ളപ്പട്ടാളം എന്ന് അദ്ദേഹം എന്നോട് പറയുകയുണ്ടായി. And you should be truly proud of yourselves. And I am truly proud of the work you did during this very, very difficult time for the people of Wayanad. നിങ്ങൾക്ക് അഭിമാനം കൊള്ളാൻ എല്ലാ അർത്ഥത്തിലും അവകാശമുണ്ട്. അഭിമാനിച്ചു കൊള്ളുക. നിങ്ങളുടെ കാര്യത്തിൽ ഞാനും അഭിമാനിക്കുന്നു. വയനാടിലെ മണ്ണിൽ നിങ്ങൾ ജനങ്ങൾക്ക് ചെയ്ത സേവനങ്ങളുടെ പേരിൽ, നിങ്ങളുടെ പ്രവർത്തനങ്ങളുടെ പേരിൽ, സന്നദ്ധ പ്രവർത്തനങ്ങളുടെ പേരിൽ ആ ധവള സംഘത്തെ, ധവള പാറാവുകാരെ ഞാൻ പ്രത്യേകം അഭിനന്ദിക്കുകയാണ്. Under the leadership of Sri Sadiq Ali Tangal ji and Sri Kunyali Kutti ji, each one of you stood firm for your ideology of secularism, of dedication, devotion to service, and of unity for this country. Every person you helped people across religions, you helped the old, you helped the young, you helped women, you helped men, you helped children who had lost everything. And I think that the work you did was exemplary. അഭിവന്ദനായ സയ്യിദ് സാദിഖ് അലി ശിഹാബ് തങ്ങളുടെയും അഭിവന്ദനായ കുഞ്ഞാലിക്കുട്ടി സാഹിബിൻ്റെയും നേതൃത്വത്തിൽ നിങ്ങൾ നടത്തിയ പ്രവർത്തനം യഥാർത്ഥത്തിൽ ഏറ്റവും വലിയ മതേതര പ്രവർത്തനമാണ്. മതം നോക്കാതെ, സമുദായം നോക്കാതെ, വിഭാഗീയത നോക്കാതെ എല്ലാ വിഭാഗം ആളുകളെയും നിങ്ങൾ ചേർത്ത് പിടിച്ചു, അവരെ നിങ്ങൾ സഹായിച്ചു. നിങ്ങൾ അതിലൂടെ നടത്തിയിട്ടുള്ളത് ഏറ്റവും വലിയ രാഷ്ട്രധർമ്മമാണ്, രാജ്യസ്നേഹപരമായിട്ടുള്ള മഹത്തായ പ്രവർത്തനമാണ് ഈ മഹത്തായ നേതൃത്വത്തിൻ്റെ കീഴിൽ നിങ്ങൾ നടത്തിയത് എന്ന് ഞാൻ നിങ്ങളോട് പ്രത്യേകം പറയാൻ ആഗ്രഹിക്കുന്നു. And I would like everybody here to join me once for a special gratitude and special applause for the men of the White Guard. ഈ അവസരത്തിൽ ഇവിടെ കൂടി വൈറ്റ് ഗാർഡിന്, ആ വെള്ളപ്പാറാവുകാരെ എല്ലാവരും അഭിനന്ദിക്കുന്നതിൽ എന്നോട് ചേരണമെന്ന് ഞാൻ ഈ മഹത്തായ സദസ്സിനോട് അഭ്യർത്ഥിക്കുകയാണ്. Your 1,000 member brigade was mobilized even before government's efforts began. ഗവൺമെന്റ് സർക്കാർ നടത്തിലുള്ള പരിശ്രമം തുടങ്ങുന്നതിന് മുമ്പ് തന്നെ 1000 സന്നദ്ധ സേവകരെ ഒരുക്കിക്കൊണ്ട് ഈ മണ്ണിലിറങ്ങി സേവനത്തിന് തുടക്കം കുറിക്കുകയാണ് നിങ്ങൾ ചെയ്തത്. You saved lives. You helped people find their family members in the worst, darkest hour.
you shone a light of compassion towards everyone. നിങ്ങൾ ആളുകളെ കണ്ടെത്താൻ സഹായിച്ചു, എങ്ങും ഇറങ്ങി പ്രവർത്തിച്ചു. ഇരുണ്ട ചുറ്റുപാടുകളിൽ നിങ്ങൾ വെളിച്ചത്തിൻ്റെ രശ്മികൾ പ്രസരിപ്പിച്ചു. You provided safety and support for your brothers and sisters when they needed it most. നിങ്ങൾ ഏറ്റവും ആവശ്യമായ സന്ദർഭത്തിൽ നിങ്ങളുടെ സഹോദരന്മാർക്കും സഹോദരിമാർക്കും ഏറ്റവും അനിവാര്യമായ സഹായം എത്തിച്ചു നൽകി. I would like to commend the IUML for the 100 ambulances they offered free of charge, the clothing, furniture, utensils, medicines, the crores worth of food supplies for the volunteers who stayed until the last train ended, until the last person was found, until the last bodies were buried. ഈ എല്ലാ കാര്യങ്ങൾക്കും ഞാൻ ഇന്ത്യൻ യൂണിയൻ മുസ്ലിം ലീഗിന് IUML-നെ പ്രത്യേകം അഭിനന്ദിക്കുകയാണ്. ഓടിയ ആംബുലൻസുകൾക്ക് 100 ആംബുലൻസുകൾ ഏർപ്പെടുത്തിയതിന്, കാണാതായവരെ കണ്ടെത്താൻ തെരച്ചിൽ നടത്തിയതിന്, ജനങ്ങളെ സഹായിച്ചതിന്, അന്നം നൽകിയതിന്, മരുന്ന് കൊടുത്തതിന്, ഏതൊക്കെ രീതിയിൽ ഇവിടെ നടത്തിയിട്ടുള്ള സന്നദ്ധ സേവന പ്രവർത്തനങ്ങളുണ്ടോ അതിൻ്റെ എല്ലാം പേരിൽ ഞാൻ പാർട്ടിയെ അഭിനന്ദിക്കുകയാണ്. Palliative care was provided. 150 critically injured individuals were brought to safety. And in addition, financial assistance and food kits were also provided. Taxis, jeeps, auto rickshaws, motorcycles, tricycles for disabled individuals, and scooters were given to 57 families who lost all possessions. എത്രയോ കുടുംബങ്ങൾക്ക്, ദുരിതബാധിതരായ കുടുംബങ്ങൾക്ക് വാഹനങ്ങൾ നൽകി, സ്കൂട്ടർ അടക്കം എത്രയോ വാഹനങ്ങൾ നൽകി അവർക്ക് സഞ്ചരിക്കാനുള്ള സഹായം ഒരുക്കി കൊടുത്തു. അതുമാത്രവുമല്ല, ആവശ്യമായ സന്ദർഭത്തിൽ അവർക്ക് സാമ്പത്തിക സഹായം നൽകി. വാഹനങ്ങൾ, ദുരിതാശ്വാസം, പാലിയേറ്റീവ് കെയർ അടക്കം എത്രയോ പ്രവർത്തനങ്ങൾ ഇവിടെ നടത്താൻ IUML മുന്നോട്ട് വരികയുണ്ടായി. I am very, very happy to see that 51 houses here are complete in this very beautiful and scenic location. ഈ 51 വീടുകൾ അതിമനോഹരമായിട്ടുള്ള, കണ്ണഞ്ചിപ്പിക്കുന്ന, പ്രകൃതി സുന്ദരമായിട്ടുള്ള ചുറ്റുപാടിൽ ഉയർന്നിരിക്കുന്ന ഈ 50 വീടുകളുടെ നിർമ്മാണം കഴിഞ്ഞതിലുള്ള സംതൃപ്തിയും സന്തോഷവും ഞാൻ ഇവിടെ അറിയിച്ചു കൊള്ളട്ടെ. I believe 54 more houses are being constructed. A prayer hall, playgrounds for children, and a community hall are also in the plans. ഇനിയും 54 വീടുകൾ നിർമ്മിക്കപ്പെടാൻ പോകുന്നുവെന്ന് ഞാൻ മനസ്സിലാക്കുന്നു. അതോടൊപ്പം പ്രാർത്ഥനാ മന്ദിരം, കുട്ടികൾക്ക് കളിസ്ഥലം തുടങ്ങിയ എത്രയോ സൗകര്യങ്ങൾ ഇവിടെ ഇനിയും ഏർപ്പെടുത്താൻ പോവുകയാണ്. My colleagues in the IUML have certainly done better than us because we are just starting. So I hope that all my colleagues in the Congress party who are part of our efforts will keep in mind that they have stiff competition and we must also build our houses very soon. IUML-ലെ എൻ്റെ സഹപ്രവർത്തകർ വളരെ മത്സരിച്ച് മുന്നോട്ട് പോയി പ്രവർത്തിച്ചിരിക്കുന്നുവെന്ന് കോൺഗ്രസിലെ എൻ്റെ സഹപ്രവർത്തകരെ അറിയിക്കാൻ ഞാൻ ഈ അവസരം ഉപയോഗപ്പെടുത്തുകയാണ്. കോൺഗ്രസിലെ എൻ്റെ സഹപ്രവർത്തകരോട് ഞാൻ ഒരു കാര്യവും കൂടി പറയട്ടെ. വളരെ ശക്തമായ മത്സരമാണ് ഈ രംഗത്ത് IUML നടത്തിയിട്ടുള്ള പ്രവർത്തനങ്ങളുമായി നിങ്ങൾ നേരിടാൻ പോകുന്നത്. അത് മനസ്സിൽ വെച്ചുകൊണ്ടായിരിക്കണം നിങ്ങളും മുന്നോട്ട് പോകേണ്ടത് എന്ന് കോൺഗ്രസ് പ്രവർത്തകരോട് ഞാൻ പറയാൻ ആഗ്രഹിക്കുന്നു. These houses will be your new homes. You lost everything on that day, that horrible night. As politicians, we see a lot of pain, we see a lot of suffering around us. Often, we see that suffering destroy people, destroy their lives forever. It's rare for us to see the kind of resilience, the kind of courage and strength that the people of Wayanad showed us. പ്രിയപ്പെട്ടവരെ, ആ കാളരാത്രി കണ്ടവരാണ് നിങ്ങൾ. ഈ പുതിയ വീടുകളിൽ താമസിക്കാൻ നിങ്ങൾ വരുമ്പോൾ നിങ്ങൾ പുതിയ നിങ്ങളുടെ വസതികളിലേക്കാണ് കാലെടുത്ത് വെച്ച് പ്രവേശിക്കുന്നത്. അന്നത്തെ ഇരുണ്ട രാവിൽ നിങ്ങൾ അനുഭവിച്ച കാര്യങ്ങൾ വാക്കുകൾ കൊണ്ട് വർണ്ണിക്കാനാകാത്തതാണ്. ഞങ്ങൾ രാഷ്ട്രീയ പ്രവർത്തകർ പല ദുരന്തങ്ങളും കാണുന്നതാണ്, പല ദുരന്ത ഭൂമികളും സന്ദർശിക്കുന്നവരാണ്. പക്ഷേ അപൂർവമായിട്ട് മാത്രമേ ആ ദുരന്തങ്ങൾക്കുള്ള പരിഹാരം കാണാൻ ഞങ്ങൾക്ക് സാധിക്കാറുള്ളൂ. പക്ഷേ ഇവിടെ വരുമ്പോൾ, നിങ്ങളുടെ ഈ പുതിയ ഭവനങ്ങളിലേക്ക് നിങ്ങൾ കാലെടുത്ത് വെക്കുമ്പോൾ, നിങ്ങൾ മനുഷ്യരുടെ കാരുണ്യം
അതിന് പാത്രീഭൂതരായിക്കൊണ്ടാണ് ഇവിടത്തേക്ക് പ്രവേശിക്കുന്നത്. വയനാടിനോട് ജനങ്ങൾ കാണിച്ച, മനുഷ്യർ കാണിച്ച കാരുണ്യമാണ് എൻ്റെ മനസ്സിലിപ്പോൾ എന്നെ ഏറ്റവും അധികം വികാരാധീനയാക്കുന്നത്. Nothing and no one can ever give you back what you lost. We cannot replace what you lost. But these houses, which will be your new homes, will hopefully give you some sense of shelter, safety and comfort. And they are our way of trying to say that we are with you and we stand with you throughout your struggle to stand on your feet again, until each one of you has rebuilt a life for yourselves and has been able to move on from this terrible tragedy. നിങ്ങൾ നഷ്ടപ്പെട്ടത് നിങ്ങൾക്ക് തിരിച്ചു തരാൻ ഒന്നുകൊണ്ടും കഴിയില്ല. നഷ്ടപ്പെട്ടത് നിങ്ങൾക്ക് തിരിച്ചു തരാൻ ഈ ഭൂമിയിൽ ആർക്കും സാധിക്കില്ല. പക്ഷെ എങ്കിലും ഇവിടെ നിങ്ങൾക്ക് പാർക്കാൻ ഒരു അഭയസ്ഥാനം ഉണ്ടാക്കി തന്നിരിക്കുന്നുവെന്ന് ആശ്വസിക്കാൻ നമുക്ക് സാധിക്കുന്നുവെന്നതാണ് ഈ അവസരത്തിൽ വലിയൊരു കാര്യം. നഷ്ടപ്പെട്ടതൊന്നും തിരിച്ചു തരാൻ കഴിയില്ലെങ്കിലും ഞങ്ങൾ നിങ്ങളോടൊപ്പമുണ്ട് എന്ന് ദുരിതബാധിതരായ സഹോദരങ്ങളോട് ഈ ഭവന നിർമ്മാണത്തിലൂടെ പറയാനാണ് ഞങ്ങൾക്ക് സാധിച്ചിരിക്കുന്നത്. I thank all of you once again for having invited me to this function today, and I congratulate all of you on the beautiful new homes that you are about to enter. May your lives shine with happiness, love and renewed laughter as you move into a new phase. Thank you very much. ഈ മനോഹരമായ വീടുകളുടെ സമർപ്പണ വേളയിൽ ഇവിടെ എത്താൻ കഴിഞ്ഞതിൽ ഞാൻ സന്തോഷിക്കുന്നു. എന്നെ ക്ഷണിച്ചതിന് ഞാൻ വീണ്ടും നന്ദി പറയുന്നു. നിങ്ങളെല്ലാവരും കാണാൻ കഴിഞ്ഞതിലും കാരുണ്യത്തിൻ്റെ ഈ മുഹൂർത്തത്തിന് സാക്ഷിയാകാൻ സാധിച്ചതിലുമുള്ള എൻ്റെ ചാരിതാർത്ഥ്യം പ്രകടിപ്പിച്ചുകൊണ്ട് നിങ്ങൾക്ക് നന്ദി പറഞ്ഞ് ഞാൻ അവസാനിപ്പിക്കും.